നമസ്കാരം. വ്യാജ വാർത്തകളുടെ ആയുസ് അല്പനേരമേ കാണും. ഒരുപക്ഷെ സത്യം ചെരുപ്പിട്ട് വരുമ്പോഴേക്കും അസത്യം ലോകം ചുറ്റി വരുമായിരിക്കും. എന്നാലും അതിന് അല്പായുസേ ഉള്ളൂ. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് മംഗളം ചാനൽ. ആദ്യ ദിവസം തന്നെ കേരളത്തിലെ ഒരു മന്ത്രിയെ രാജിവെപ്പിച്ച ചാനലായിരുന്നു മംഗളം. ഒറ്റ ദിവസം കൊണ്ട് നമ്പർ 1. ഒടുവിൽ മംഗളം ടിവിക്ക് സംഭവിച്ചത് എന്താണെന്ന് നമുക്കറിയാം. മലയാള മാധ്യമ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിവാദങ്ങളിൽ ഒന്നായിരുന്നു ആ സംഭവം. റേറ്റിംഗിന് വേണ്ടി എന്ത് വളഞ്ഞ വഴിയും സ്വീകരിക്കാമെന്ന ചിന്ത വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു മാധ്യമ സ്ഥാപനത്തെ എങ്ങനെ പൂർണ്ണമായ തകർച്ചയിലേക്ക് നയിച്ചു എന്നതിൻ്റെ ഏറ്റവും വലിയ പാഠമാണ് മംഗളം ടി വി. ഒരു കാലത്ത് പ്രസിദ്ധീകരണമെന്ന് നമ്മൾ പരിഹസിച്ചിരുന്നുവെങ്കിലും അച്ചടി മാധ്യമ രംഗത്ത് വലിയ വിജയമായിരുന്നു മംഗളം പബ്ലിക്കേഷൻസ്. ആ എക്സ്പീരിയൻസ് ഒക്കെ മുതലാക്കിയാണ് ഒരുപാട് പ്രതീക്ഷകളോടെ ദൃശ്യമാധ്യമ രംഗത്തേക്ക് അവർ ചുവടുവെച്ചത്. ചാനലിന് വിപ്ലവം സൃഷ്ടിക്കാൻ മുതിർന്ന മാധ്യമ പ്രവർത്തകൻ അജന്താലയം അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ പ്രമുഖർ അണിനിരന്നപ്പോൾ മറ്റു വാർത്താ ചാനലുകൾക്ക് ഇതൊരു വലിയ വെല്ലുവിളിയും ഭീഷണിയുമാകുമെന്ന് നമ്മൾ കരുതി. പക്ഷെ ബോംബായി മാറുമെന്ന് കരുതിയ ആ വാർത്ത വെറും നനഞ്ഞ പടക്കമായി മാറുമെന്ന് ആരും കരുതിയിരുന്നില്ല. ആദ്യം കേട്ടപ്പോൾ കോളിളക്കം സൃഷ്ടിക്കുമെന്ന് കരുതിയവർക്ക് നിരാശയാണ് ഉണ്ടായത്. ആരൊക്കെ അത് മറന്നാലും മന്ത്രി AK ശശീന്ദ്രൻ 2017 മാർച്ച് 26 എന്ന ദിവസം മറക്കില്ല. മംഗളം TV സംപ്രേഷണം ആരംഭിച്ച അന്ന് തന്നെ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുകുലുക്കിയ ആ വലിയ ബ്രേക്കിംഗ് ന്യൂസ് പുറത്തു വന്നപ്പോൾ AK ശശീന്ദ്രൻ മാത്രമല്ല NCP എന്ന പാർട്ടിയും വെട്ടിലായി, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും വെട്ടിലായി, പിണറായി സർക്കാരും വെട്ടിലായി. അന്നത്തെ ഗതാഗത മന്ത്രി ആയിരുന്ന AK ശശീന്ദ്രൻ ഒരു സ്ത്രീയോട് ഫോണിലൂടെ ലൈംഗിക ചുവയോടെ സംസാരിക്കുന്ന ശബ്ദരേഖയായിരുന്നു രാഷ്ട്രീയ ബോംബായി പുറത്തു വന്നത്. ഒരു വീട്ടമ്മയുടെ പരാതി എന്ന നിലയിൽ മംഗളം TV അത് അവതരിപ്പിച്ചു. കേരളത്തിൽ വലിയ ജനരോഷം ഉയർന്നതോടെ വാർത്ത വന്ന അന്ന് തന്നെ മന്ത്രിക്ക് രാജിവെക്കേണ്ടി വന്നു. ആദ്യ ദിവസം തന്നെ ഇത്തരമൊരു നേട്ടം കൈവരിച്ച മംഗളം TVയുടെ റേറ്റിംഗ് കുതിച്ചുയർന്നു. പക്ഷെ ആ വിജയം സത്യമായിരുന്നില്ല. ആഘോഷങ്ങൾ അധികം നീണ്ടു നിന്നില്ല. മറ്റു മാധ്യമങ്ങളും പോലീസും അന്വേഷണം തുടങ്ങിയതോടെ സത്യം പുറത്തു വന്നു. അതൊരു വീട്ടമ്മയുടെ പരാതിയല്ലെന്നും മറിച്ച് ചാനലിലെ തന്നെ ഒരു വനിതാ മാധ്യമ പ്രവർത്തകയെ ഉപയോഗിച്ച് ആസൂത്രണം ചെയ്ത ഹണി ട്രാപ്പ് ആയിരുന്നുവെന്നും തെളിഞ്ഞു. ഒരുപക്ഷെ ഹണി ട്രാപ്പ് എന്ന വാക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തത് ഈ സമയത്തായിരിക്കും. മാധ്യമ ധാർമ്മികത കാറ്റിൽ പറത്തി റേറ്റിംഗ് കൂട്ടാൻ വേണ്ടി നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷൻ. ശബ്ദം മന്ത്രിയുടേതല്ലെങ്കിൽ ചാനൽ പൂട്ടുമെന്ന് വെല്ലുവിളിച്ച CEOയ്ക്ക് ഒടുവിൽ ഒരു തത്സമയ പരിപാടിയിൽ വന്ന് കേരളത്തോട് പരസ്യമായി മാപ്പ് പറയേണ്ടി വന്നു. പക്ഷെ ജനങ്ങൾ ആ മാപ്പപേക്ഷ സ്വീകരിച്ചില്ല. പത്രപ്രവർത്തക യൂണിയൻ മംഗളത്തെ ശക്തമായി അപലപിക്കുകയും CEOയെ പുറത്താക്കുകയും ചെയ്തു. മാത്രമല്ല കേരള സർക്കാരിന്റെ കർശന നടപടിയും ക്രൈംബ്രാഞ്ച് അന്വേഷണവും വന്നു. 12 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിനൊടുവിൽ CEO ഉൾപ്പെടെ 5 മാധ്യമ പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു. മലയാള മാധ്യമ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരുന്നു ഇത്തരമൊരു അറസ്റ്റ്. സർക്കാർ നിയോഗിച്ച PS ആന്റണി കമ്മീഷൻ റിപ്പോർട്ട് കൂടി പുറത്തു വന്നതോടെ മംഗളം TVയുടെ പതനം പൂർണ്ണമായി. കമ്മീഷൻ ലൈസൻസ് റദ്ദാക്കാൻ ശുപാർശ ചെയ്തു. വിശ്വാസ്യത നഷ്ടപ്പെട്ടതോടെ പരസ്യദാതാക്കൾ പിന്മാറി. ചാനൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലായി. മാസങ്ങളോളം ജീവനക്കാർക്ക് ശമ്പളം മുടങ്ങി. ഇതോടെ ചാനലിനുള്ളിൽ മിന്നൽ പണിമുടക്കുകളും പ്രതിഷേധങ്ങളും ആരംഭിച്ചു. മാനേജ്മെന്റ് തർക്കങ്ങളെ തുടർന്ന് CEOയ്ക്ക് സ്ഥാനം നഷ്ടപ്പെടുകയും പ്രമുഖ മാധ്യമ പ്രവർത്തകർ സ്ഥാപനം വിടുകയും ചെയ്തു. കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യത വന്നതോടെ ഒരു വഴിയുമില്ലാതെ ആ ചാനലിൽ എന്നേക്കുമായി പൂട്ടിടേണ്ടി വന്നു. ഈ അടുത്ത കാലത്ത് കുറേ സാധനങ്ങളൊക്കെ ബാങ്ക് ജപ്തി ചെയ്തു, ബാക്കി കുറെ തൂക്കി വിറ്റു. ഈ സംഭവം നൽകുന്ന പാഠം കുറുക്കു വഴികളിലൂടെ നേടുന്ന വിജയം അധികകാലം നിലനിൽക്കില്ലെന്ന് തന്നെയാണ്. സത്യസന്ധമായി വാർത്തകൾ എത്തിക്കുക എന്നതാണ് മാധ്യമങ്ങളുടെ കടമ. ഒരാളെ മനഃപൂർവ്വം കെണിയിൽ വീഴ്ത്തി വാർത്ത സൃഷ്ടിക്കുന്നത് ജനാധിപത്യത്തിന് തന്നെ അപകടമാണ്. ജനങ്ങളുടെ വിശ്വാസം അത് നഷ്ടപ്പെട്ടാൽ പിന്നെ ഒരു മാധ്യമ സ്ഥാപനത്തിനും നിലനിൽക്കാൻ കഴിയില്ല.